ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നും ഡ്രൈവിംഗ് പഠനം രണ്ടാമത്തെ ദിവസമാണ്. ശരിക്കും മൂന്നാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗായ്സ്, ഞാനിതുവരെ ഒരക്ഷരം വേണ്ടിയില്ല. സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യണമെന്നുള്ള കാര്യം മറന്നുപോയി. ഗട്ടറൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഗട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കണ്ട അതേപോലെട്ടാ. നമ്മൾ പണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒന്നും അവിടുത്തെ ആശാനൊന്നും ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. വരെ നമ്മളിപ്പോൾ ഗ്രാമീണ റോഡുകളിലൂടെ ഓടിച്ചു കൊണ്ട് ഇങ്ങനെ പോകണം. ഓ ഗാഡ്, ഇതൊക്കെ നല്ല കിടക്കാച്ചി റോഡായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. നമ്മളിനി നേരെ ഫുൾ കയറ്റുള്ളത് കൂടെ ഓടിച്ച് പഠിക്കാം. നമുക്ക് വേണമെന്ന് ഇവിടെ നിന്ന് ഇടത് ചേർന്ന് വേണമെങ്കിൽ പോവാം. പക്ഷെ അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഫുള്ള് ചാട്ടം കാര്യങ്ങളൊക്കെ. നമുക്കിവിടുന്ന് അത്യാവശ്യം പോണ വഴിയും അത്യാവശ്യം ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണ്. പക്ഷെ നല്ല കുന്നും കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെ കൊണ്ടുപോയാലാണ് മര്യാദയ്ക്ക് പഠിക്കുള്ളൂ. നമുക്ക് നേരെ പോവാം. നേരെ പോയിട്ട് മറ്റേ വഴി മെയിൻ റോഡിലേക്കാണ് കേട്ടോ. നേരെ ആലുവ പോണ റോഡാണ്. ഈ റോഡും ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ റോഡ് പോയിട്ട് കാര്യമുണ്ട്. മണിക്കൂറിന് മാതി കട്ടണം.
ബൈക്കുകാരൻ വന്നപ്പോഴേ സൈഡാക്കി കൊടുത്തതാ. നമ്മൾ വെറുതെ എന്തിനാ അവരെ സ്ലോ ആക്കണം. പിന്നെ അതല്ല ഇവിടെ നല്ല ഗട്ടറുണ്ട്. രാവിലെ ആയതുകൊണ്ട് അധികം പേരുണ്ടാവൂല. അവിടെ നിന്നൊരു ചെങ്കുത്തായ കയറ്റാണ്. ജാതി കയറ്റൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എടുത്തു ഗായ്സ്. ഇവിടുന്ന് കുറച്ച് സീനാണ്. അത് നമുക്ക് ക്ലച്ചും ബ്രേക്കും വാങ്ങി ഫസ്റ്റ് ഗിയറാണ് കിടക്കുന്നത്. ചെങ്കുത്തായ വളവാണ്. സക്സസ്ഫുള്ളി നല്ല പണി കിട്ടുമെന്ന് വിചാരിച്ചൊരു വളവാണ്. പക്ഷെ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലം കേട്ടോ. അവിടെ ഈ നമ്മുടെ ഗ്രാമത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ഇതൊക്കെ. ഏലി ഹിൽസ് എന്നൊക്കെ പറയും. ചെങ്കുത്തായ ഒരു ഇറക്കാണ്. വലിയൊരു ഇറക്കായിരുന്നില്ല, അതേപോലെ തന്നെ ഉള്ള ഒരു കയറ്റാണ് ഇപ്പോൾ. ഇനിയൊരു ചെങ്കുത്തായ ഇറക്കാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കയറ്റുണ്ട്.
വീടെത്താറായുണ്ട്. ദൂരെ നിന്നൊരു കാറ് വരുന്നു. നമ്മളിങ്ങനെ പകുതി സൈഡായി കൊടുക്കും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നും ഡ്രൈവിംഗ് പഠനം രണ്ടാമത്തെ ദിവസമാണ്. ശരിക്കും മൂന്നാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പോയി വന്നിട്ടാ. ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഫുട്ടേജ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് എടുത്തിരുന്നു. പക്ഷേ അത് ഞാൻ വൈഡാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പ്രത്യേക ഒരു ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഡേ 3യുടെ വീഡിയോ ആണ്. ഡേ 2 മിസ്സായി പോയി ഗൈസ്, എടുത്തില്ല. എന്താ ചെയ്യുക, മറന്നുപോയി. പിന്നെ ആ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കത്തിലാണ് ഇപ്പോൾ കിടക്കണത്. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടു. ഇനിയിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ സാധാരണ പോണ റൂട്ടല്ലാണ്ട് വേറെ റൂട്ടും കൂടി പിടിച്ചു. എന്നിപ്പോൾ ഒരേ റൂട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു 4-5 ഇറക്കവും അതേപോലെ തന്നെ നല്ല കയറ്റമുള്ള സ്ഥലത്ത് കൂടെ ഇന്ന് പോയത്. അപ്പോൾ അവിടുന്ന് മറുവശത്തു നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനൊരു സൈഡ് ഇങ്ങനെ അത്യാവശ്യം ആ വണ്ടിക്ക് പോകുന്ന രീതിയിൽ തന്നെ ഒതുക്കി കൊടുത്ത് അവിടെ അങ്ങനെ നിർത്തി കൊടുത്തു. അപ്പോൾ ആ പുള്ളിക്കാരൻ എടുത്ത് പോയി. ഞാൻ അവിടെ നിന്ന് അനക്കിയില്ല. പിന്നെ ആ പുള്ളി പോയതിന് ശേഷം ഞാൻ പതുക്കെ എടുത്ത് അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. സാധാരണ ഞാൻ പണ്ടൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാണ്ട് സ്പീഡൊക്കെ കണ്ട് കൂട്ടും, വെർമ്മത കൂടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അപകടം കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്ന് എനിക്കിപ്പോൾ നല്ലോണം മനസ്സിലായി. ക്ഷമയോട് കൂടിയിട്ട് പതുക്കെ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതേ ഞാൻ കറക്റ്റ് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. സൈഡ് മിററും 2 സൈഡ് മിററും പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ മിററും കാര്യങ്ങളൊക്കെ ആ ഡ്രൈവിംഗ് ക്ലാസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ നോക്കി കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കാറ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏത് കാറാണെന്നുള്ള ടെൻഷനായിരുന്നു. നാനോ വേണോ, ഈ വണ്ടി സെന്നസ്റ്റിലോ വേണോ, അതോ വാഗണർ വേണോ, പിന്നെ ഏതായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ. പിന്നെ അധികം ലിസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1.5 ലക്ഷത്തിന് താഴെ യൂസ്ഡ് കാറായിട്ട് എടുക്കുന്നത് ഈ വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഓൾട്ടാണ് ഉള്ളത്. ഓൾട്ടോ നമുക്ക് യാത്രയ്ക്കായിട്ട് പറ്റൂല. യാത്രയ്ക്കായിട്ട് പറ്റും, പക്ഷേ ബെഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ എനിക്കത്ര താല്പര്യമില്ല ഓൾട്ടോയിനോട്. അത് എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അല്ലാണ്ട് ഓൾട്ടോ കുറ്റം പറയല്ല കേട്ടോ, നല്ല വണ്ടി തന്നെയാണ്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിന്നെ നമ്മുടെ കൂട്ടുകാരനുള്ള അഷ്കറും എല്ലാവരും കൂടി ഇങ്ങനെ അന്വേഷണം ലാസ്റ്റ് വാഗണർ ഉറപ്പിച്ച്. വാഗണർ 2010 മോഡൽ കെ സീരീസോ അങ്ങനെ ഏതെങ്കിലും കിട്ടണമെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത്. 2008 മോഡലിനൊക്കെ നല്ല മൈലേജ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ
ഏറ്റവും ലാസ്റ്റായപ്പോൾ വാഗണർ 2010 മോഡലിനൊക്കെ ഏകദേശം 2 ലക്ഷത്തിൻ്റെ പുറത്ത് പോവും. 2.10, 2.20 ആ ലെവലിലൊക്കെ ആവും. പിന്നെ ഡീലേഴ്സിൻ്റെ കളിയും പാർട്ടിക്കാർ, അതായത് ജെന്യുവൻ പാർട്ടീനൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നല്ലോണം മനസ്സിലായിട്ട്. അപ്പോൾ ഈ യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്ന അതിനെ പറ്റിയൊരു വീഡിയോ പ്രത്യേകം ചെയ്യാം. അത് രസകരമായിട്ടുള്ള ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കോട്ടയം പോയപ്പോൾ. അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം, കഥാരൂപേണ പറയാം എന്താണ് അന്നത്തെ ദിവസം ശരിക്കും നടന്നതെന്നൊക്കെ. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ, കാർ എടുക്കണ ആദ്യത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഞാനല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാറ് മേടിച്ചത്. അപ്പോൾ കാറ് മേടിക്കുന്നതിന് മുന്നേ ഏത് കാറാന്നുള്ള ടെൻഷനായിരുന്നു. കാറ് മേടിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എവിടെ ഇടും എന്നുള്ള ടെൻഷനാണ്. വീട്ടിൽ ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വീടിൽ ഒരു 300 മീറ്റർ അപ്പുറമായിട്ടാണ് ഇപ്പോൾ വണ്ടി ഇട്ടേക്കണത്. അത് റോട്ടിലാണ്. റോഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈലിട്ട ഭാഗവും അല്ലാണ്ട് റോഡും ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, 2 വണ്ടികൾക്ക് പോകാനുള്ള എല്ലാ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ എന്ന് പറഞ്ഞാൽ നടു റോഡല്ല കേട്ടോ, ഒരു സൈഡ് ചേർന്നിട്ട് ഇങ്ങനെ ടൈലിട്ട ഭാഗം ഉണ്ടാവില്ലേ, അവിടെ ഇട്ടേക്കണം. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്കക്കുറവുണ്ട്. കാരണം വണ്ടി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടമാണ്. പാടത്തോട് ചേർന്നിട്ട് ഇപ്പം ചില സ്ഥലത്ത് നല്ല ഉറപ്പുള്ള മണ്ണുണ്ട്, ചില സ്ഥലത്ത് ഇങ്ങനെ താഴ്ന്ന് ചതുപ്പ് പോലുള്ള മണ്ണാണ്. അവിടെ ഇട്ടുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ കറങ്ങി കയറി പോകാൻ പാടായിരിക്കും. അങ്ങനെ ഇന്നലെ അവിടെ പോയി നോക്കി നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്ന് ഞാനും മാമനൊക്കെ വിചാരിച്ച്. പക്ഷേ പിന്നെയാണ് ഞാൻ വെറുതെ ചുമ്മാ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ട്. അതായത് വണ്ടിയിൽ പാമ്പൊക്കെ കയറും അത്രേ. പാമ്പ് കയറുമെന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും എലിയും പാമ്പും കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ AC വെൻറ്റിൻ്റെ അതില്ല, അത് കൂടെ ഒക്കെ അകത്തോട്ട് കയറും. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് അതോടുകൂടി ഞാൻ നിർത്തി. സംഭവം മറ്റൊന്നുമില്ല, നമ്മുടെ ഈ പാടം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പാടത്തിൻ്റെ അടുത്താണ് ഈ വണ്ടി ഇടാൻ പോണത്. ഈ പാടത്തിനോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ട്. ഈ തോടിലാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്ങളായിട്ടുള്ളൊരു നീർക്കോലിയുണ്ട്. നീർക്കോലി അങ്ങനെ കടിച്ച പണിയുണ്ടോയെന്ന് എനിക്കറിയില്ല, നീർക്കോലിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ചെറിയൊരു പാലമുണ്ട് ഈ തോടിൻ്റെ അടുത്തതിനായിട്ട്. അതിൻ്റെ താഴെ ആ കലിങ്ങിൻ്റെ ഒക്കെ താഴെയായിട്ട് തൊരപ്പനും എലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുങ്ങൾ ഉള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ പോണത്. അതിനും ഭേദം ഇപ്പോൾ ഈ റോഡ് സൈഡിൽ നല്ല ഗ്യാപ്പുള്ള സ്ഥലത്ത് ഇടണമല്ലേ. പിന്നെ ഒരു കവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 27-ാം തീയതി ഒക്കെ വരും. ഇന്നിപ്പോൾ 23-ാം തീയതിയാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. ആദ്യം വണ്ടി എടുക്കാനായിരുന്നു ടെൻഷൻ. വണ്ടി എടുത്ത് ഡ്രൈവിങ് പഠിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായപ്പോഴത്തേക്കും ആ ടെൻഷനെ കണ്ട് പോയി. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന് ഡ്രൈവിങ്ങും കുഴപ്പമില്ല. പാകപ്പാടി ജഗ പോകുകയാണ് ലൈഫ് ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, രാവിലെ ഞാൻ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റിരുന്നത്. ഈ 5:45 അടിക്കും, 5:45 എണീക്കും. 5:30 എണീറ്റ് അപ്പം തന്നെ ഓടിപ്പോയി അപ്പിട്ടിട്ട് നേരെ ഇറങ്ങും ആ തണുപ്പത്ത്. എന്നിട്ട് നേരെ വണ്ടി വന്ന് കയറി വണ്ടി ഓണാക്കി ഡ്രൈവ് ചെയ്ത്. ഇപ്പം എത്ര സമയം? ഇപ്പം കറക്റ്റ് സമയം 6:38 ആയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്ത്, ഇന്ന് കുറച്ച് കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ട്, നേരത്തെ പറഞ്ഞ മാതിരി വേറെ റൂട്ടുകളും കാര്യങ്ങളൊക്കെ പോയി നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഈ പിടിക്കുന്ന ക്യാമറ ആംഗിളും കാര്യങ്ങളൊക്കെ ശരിയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു രംഗത്തൊക്കെ നിൽക്കുന്നത്. മറ്റേ മാഗ്നറ്റിക് മൊബൈൽ ഹോൾഡർ ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ആ മറ്റേ റൗണ്ടിൽ പോലത്തുള്ള കിടില സാധനം കേട്ടോ അത് നമ്മൾ വാങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഇത് ഓണാക്കി ഇടാനും മാപ്പൊക്കെ വെച്ച് പോകാനൊക്കെ ഭയങ്കര ഉപകാരപ്രദമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഡേ 3 അങ്ങനെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ ചാനലിന് വേണ്ടിയിട്ടുള്ള ഡബ്ബിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. അത് ഏകദേശം ഒരു 3 മണി 4 മണി ആകുമ്പോഴേ കഴിയുള്ളൂ ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ വണ്ടിയുടെ അടുത്ത് വന്ന് നോക്കും, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കും. പിന്നെ വണ്ടി ഇവിടെ ഇട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് ചിറ്റപ്പം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നാളെ ഡേ 4 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.